ഹലോ മുത്തുമണീസ്. അപ്പോൾ ദേ സോറമ്മ രാവിലെ തന്നെ വന്നു. സോറമ്മയ്ക്ക് നാക്കിലൊക്കെ ഇൻഫെക്ഷനായിട്ട് ഹോമിയോ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കൂട്ടത്തിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലേക്ക് ആൾക്കും പോകാനുണ്ട്, പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ദേ ആദ്യം ബാങ്കിൽ പോയി. അപ്പോൾ സോറമ്മേനെ ഞാൻ ഹോമിയോ ക്ലിനിക്കിൽ ഇറക്കി വിട്ടിട്ടാണ് ബാങ്കിലേക്ക് വന്നത്. പക്ഷെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ ബാങ്കിൽ പോയി 20 മിനിറ്റ് കഴിയേണ്ടി വരും എന്ന് പറഞ്ഞു അവിടുത്തെ സാറ്. അപ്പോഴേക്കും സോറമ്മ ബാങ്കിലേക്ക് തിരിച്ചു വരും ചെയ്തു ഓട്ടോ വിളിച്ച്. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ സോറമ്മയുടെ ഒരു ഫ്രണ്ടിനെ, അതായത് 10-20 വർഷം മുന്നുള്ളൊരു ഫ്രണ്ടാണ്. അപ്പോൾ ഭയങ്കര ആൾ ഹാപ്പിയായി പഴയ ഫ്രണ്ടിനെ കണ്ടപ്പോൾ. പിന്നെ നമ്മുടെ ബിജേട്ടൻ്റെ ബൂത്തിൽ പോയി എനിക്ക് ഫോൺ റീചാർജിൻ്റെ പേയ്മെൻറ്റൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ദാദിമ്മയുടെ റൂമിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ടിലും കൂടി മേടിച്ചു. ദാദിമ്മയ്ക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ ഇപ്പോൾ ഭയങ്കര പേടി. ഇന്നലെ ഒന്നും രാത്രി ആൾ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ആ ഒരു ചെറിയ കട്ടിൽ മേടിച്ച് നമുക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ മടക്കി എടുത്ത് വെക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ നേരെ പോയത് എൻ്റെ ചിന്നമ്മയുടെ വീട്ടിലേക്കായിരുന്നു. അപ്പോൾ എന്നെ കണ്ടതും കുട്ടിക്കുറുമ്പന്മാർ വേഗമായി ഒളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവർ എറണാകുളത്തേക്ക് പോകാൻ നിൽക്കണം. അക്കാ തങ്കിച്ച് പാസം കണ്ടില്ലേ, റെമ്പൂട്ടൻ നിറയെ പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ നീ പോകുമ്പോൾ എന്തായാലും അടിച്ചു മാറ്റി കൊണ്ടുവരാം. അപ്പോൾ ഇത് അടുത്ത ചിന്നമ്മയുടെ വീടാണ്. ചിന്നമ്മ ആദ്യം വേറെ വീടായിരുന്നു, ഇപ്പോൾ അത് പൊളിച്ച് മാറ്റിയിട്ട് പുതിയ ന്യൂ മോഡൽ വീട് പണിയാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇപ്പം നമ്മൾ ആദ്യം പോയ ചിന്നമ്മയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ്. അപ്പോൾ ആ സൈഡും ഈ സൈഡും ഒക്കെ അപ്പുറത്തും വഴി തന്നെയാണ്. അപ്പോൾ ഒക്കെ കടമുറികൾ ഒഴിവുണ്ട്. അപ്പോൾ കടമുറി ആവശ്യമുള്ളവർ ചിന്നമ്മേനെ സമീപിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ. പിന്നെ നമ്മൾ മീൻ മേടിക്കാൻ പോയി. അപ്പോൾ ഞാൻ കൊഴുവിയും അയിലയും പിന്നെ ഏരിയാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്തായാലും അവരുടെ അടുത്ത് വൃത്തിയാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് പിന്നെ വേഗം പോയി കറി വെക്കാമല്ലോ. കറി ഇന്ന് എന്തായാലും വെക്കില്ല, നാളെ വെക്കുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരേ ബോക്സിലാക്കി വെക്കും. അപ്പോൾ കൊഴുവ വെട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഏരി നമുക്ക് നാളികേരം അരച്ച് വെക്കണം. അയില എങ്ങനെയായാലും വെക്കാം, എങ്ങനെ വേണമെങ്കിലും. പിന്നെ ഇത് നമ്മൾ നാളികേരം, പിന്നെ ഇത് എന്താ പറയുക, മായമില്ലാത്ത വെളിച്ചെണ്ണയാണ്. ഇവർ തന്നെ ആട്ടി കൊടുക്കുന്ന വെളിച്ചെണ്ണയാണ്. അപ്പോൾ അവിടെ തന്നെ വെളിച്ചെണ്ണ മേടിച്ചു. അങ്ങനെ നമ്മുടെ ദാദിമയുടെ കയ്യിൽ ആധാരം ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, ദാദിമയ്ക്കും സന്തോഷമായി. 5-6 വർഷമായി ഇത് നമ്മുടെ ബാങ്കിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ.